മലയാള ഭാഷയിൽ ഒരുപാട് വാക്കുകൾ പല കാലഘട്ടത്തിലും വന്നിട്ടുണ്ട്. കിടു ഇടയ്ക്ക് വന്ന ഒരു വാക്കാണ്. അടിപൊളി എന്ത് പറഞ്ഞാൽ ആളുകൾ മലയാളി അടിപൊളി അടിപൊളി ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് തന്നെ കയറിയ വാക്കാണ്. വളരെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പറയുന്ന വാക്കായിരുന്നു അടിപൊളി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് തേച്ചു. ഈ തേച്ചു എന്നുള്ളത് പ്രണയിനികൾക്കിടയിലൊക്കെ വലിയ കാര്യം. പിന്നെ തേച്ചൊട്ടിച്ചു. അപ്പോൾ തേച്ചൊട്ടിച്ചു, അടിപൊളി, കിടു, ഇങ്ങനെ കുറേ വാക്കുകൾ വന്നു. ഇപ്പോഴിതാ വേറൊരു വാക്ക് വന്നു, പൂക്കി. അവിടെയും തീർന്നില്ല. ന്യൂജൻ, കിടുക്കാച്ചികൾ, കിടുക്കാച്ചി സിനിമ, കിടുക്കാച്ചി ഭക്ഷണം, കിടുക്കാച്ചി. പിന്നെ വന്നൊരു വാക്കാണ് സസ്. ഇപ്പോൾ പിള്ളേർ പറയുന്നൊരു വാക്കാണ് സസ്. സംശയാസ്പദമായതെന്നാണ് അർത്ഥം. ആരെങ്കിലും കണ്ട സസ് എന്ന് പറഞ്ഞത് പറയും. പണ്ട് ഈ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിരുന്നതാണ് നല്ല രസമായിരുന്നത്. അത് സ്ത്രീകളാരും ബഹളം ഉണ്ടാക്കരുത്. ചരക്ക്, പീസ്, പിന്നെ വണ്ടി, വള്ളം, ഇങ്ങനെ തുടങ്ങി വിവിധ പേരുകളാണ് സ്ത്രീകളെ പെൺകുട്ടികളെയൊക്കെ വിളിച്ച് കളിയാക്കി വിളിച്ചിരുന്നത്. ഗുപ്പി ഇപ്പോൾ വന്നിരിക്കുന്നൊരു വാക്കാണ്. പിന്നെ ഒരു വാക്ക് വന്നിട്ട് ഗുച്ചി. നല്ലതെന്നുള്ള അർത്ഥത്തിലാണ് ആളുകൾ ഗുച്ചി, അവൻ ഗുച്ചിയിടാന്ന്. ബുജി എന്ന് നേരത്തെ പറയുമായിരുന്നു, ബുദ്ധിജീവി ബുജി. ഇപ്പം കുച്ചി എന്ന് പറയും, ഗുച്ചി. സത്യമല്ലാത്തത് അല്ലെങ്കിൽ കള്ളമാറ്റുള്ളതെന്ന് പറയുന്ന മറ്റൊരു വാക്കാണ് കാപ്പ്. ഗോസിപ്പുകൾ പറഞ്ഞ ഡി, അവൻ ഡി പറഞ്ഞടാന്ന് പറയും എന്ന് പറഞ്ഞാൽ അവൾ ഡി പറഞ്ഞെന്ന് പറയും. ഗോസിപ്പ് എന്നാണ്. കുക്ക്, നന്നായി ചെയ്യുക. കളിയാക്കി പറയുന്നതാണ് കുക്കെന്ന്, നന്നായി ചെയ്യുക. ബെസ്റ്റിൽ, നല്ലത്. ബെറ്റ്, നേരത്തെ നമ്മൾ പറയുമായിരുന്നു ബെറ്റ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പന്തയം വയ്ക്കുക എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ബെറ്റ് എന്ന് പറയുന്നത് ഓക്കെ അഥവാ സമ്മതമാണ്. ബെറ്റ്, ഏത് കാര്യം പറഞ്ഞാലും ബെറ്റ്. പിന്നെ പറയും സെറ്റ്, കൈയൊക്കെ കാണിച്ചിട്ട് പറയും ബെറ്റ്, സെറ്റ്. ബോപ്പ്, രസമല്ലേ അല്ലേ, നല്ല രസമല്ലേ വാക്കുകൾ കേൾക്കാൻ. ബോപ്പ് എന്ന് പറഞ്ഞാൽ ആകർഷകമായ ഗാനം അല്ലെങ്കിൽ സംഗീതം. പോപ്പല്ല, ബോപ്പ്. ബിഗ് ഗെയ്സ്, അസ്വസ്ഥതയുള്ളത് അല്ലെങ്കിൽ അലോസരമുള്ളത്. സിഗ്മ, നല്ലത് അഥവാ സ്വതന്ത്രൻ. അപ്പോൾ പിള്ളേരെ കണ്ടു പറയും അവൻ സിഗ്മ പറഞ്ഞടാന്ന് പറയും. അപ്പോൾ സ്വതന്ത്രനായിട്ടുള്ളവനാണെന്ന് പറയും. ബൗജി, ബുജി പോയിട്ട് ബൗജി, ആഡംബരക്കാരൻ. ഭരണടാ ബൗജി എന്ന് പറയും. അപ്പോൾ ആഡംബരക്കാരൻ. ഗ്രോപ്പ്, പോസിറ്റീവ്. ബ്രെയിൻ റോട്ട്, ചിന്താശേഷി നശിക്കുന്ന അവസ്ഥ. നോ ക്യാപ്പ്, സത്യം, അതിശയോക്തിയല്ല, ശുദ്ധമായ സത്യം. നോ ക്യാപ്പ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അടിപൊളി വാക്കുകളാണ് ന്യൂജൻ പിള്ളേർ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. ഇത് ഇസഡ് ജെന്നെന്നോ അല്ലെങ്കിൽ ഡബ്ല്യു ജെന്നെന്നോ അല്ലെങ്കിൽ എന്ത് ജെന്നെന്നോ പറയാം. എന്തായാലും മലയാളത്തിൽ വളരെ പിന്നെ നമ്മുടെ പിണറായി സാറിൻ്റെ കുറേ വാക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് പ്രയോഗത്തിലുണ്ട്, വീട്ടിൽ പോയി ചോദിക്കട. പിന്നെ അത് പോയിട്ട് പരനാറി, പിന്നെന്താണ് കൊലംകുത്തി, ചെറ്റ, പരമചിറ്റ, ചെറ്റ, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. അതൊക്കെ പ്രയോഗത്തിൽ വന്നതാണ്. അപ്പോൾ അതിലൊക്കെ നിന്ന് വ്യത്യസ്തമായി ന്യൂജൻ പിള്ളേർ ഒരുപാട് വാക്കുകൾ ഇറക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ ഏറ്റവും അവസാനം ഇറക്കിയിരിക്കുന്ന വാക്കാണ് പൂക്കി. അപ്പോൾ നമ്മുടെ മലയാള ഭാഷയിൽ കിടുക്കാച്ചി മുതൽ പൂക്കി മുതൽ അടിപൊളി മുതൽ ഒരുപാട് വാക്കുകളാണ് പുതിയതായി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കൊളോക്കൽ ലാംഗ്വേജാണ് ഇതൊക്കെ. ഇതിനൊന്നും ഒരു അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ അർത്ഥമില്ല. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ സെറ്റ്, ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കും, സെറ്റ് എന്ന് പറയും, എന്നാൽ റെഡിയാണ്, ഓക്കെ ആണെന്നാണ് അർത്ഥം. പിന്നെ ബെറ്റ് വയ്ക്കുക പന്തയമല്ല, അതും ഓക്കെ ബെറ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ പദങ്ങളും പുതിയ ശീലങ്ങളും പുതിയ ആക്ഷനുകളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ന്യൂജനോടൊപ്പം മത്സരിക്കാൻ, ഇതൊക്കെ മനസ്സിലാക്കാൻ ഓൾഡ് ജെന്നിന് പറ്റുന്നില്ല, ഓൾഡ് ആളുകൾക്ക് പറ്റുന്നില്ല. എന്നാലും ഇതെല്ലാം വരുന്നു എന്നുള്ളതാണ്. നമ്മൾ പൂക്കിയിൽ നിന്നാണ് തുടങ്ങിയത്.
പോക്കിയിൽ തന്നെ അവസാനിപ്പിക്കാം. വളരെ മനോഹരമായ ഒരുപാട് വാക്കുകൾ ഇങ്ങനെ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിള്ളേരൊക്കെ കൃത്യമായി പറ്റിച്ചു എന്ന് ഇപ്പോൾ ആരും പറയാറില്ല. തേച്ചൊട്ടിച്ചു, ഭിത്തിയിലൊട്ടിച്ചു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഭാഷയ്ക്ക് വലിയ ഭാഷാന്തരം വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചത്.